ഹായ് ഫ്രണ്ട്സ്. പിന്നെ എങ്ങനെയൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ എന്ത് പറയുന്നു? പിന്നെ ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രോസസ്സിംഗ് ഓഫ് ലിസണിങ് ആണ്. അതായത് ലിസണിങ്ങിന്റെ പ്രോസസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ അപ്പൊ നമുക്കത് 5 പോയിന്റ് ഉണ്ട്. 5 ഇതായിട്ടാണ് വരുന്നത്, പ്രോസസ്സിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാണ്ട് വേഗം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് വന്നിട്ട് റിസീവിങ് ആണ്. അതായത് ഇപ്പോ അവര് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റുമോ റിസീവ് ചെയ്യുന്നത്, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റിസീവ് ചെയ്യാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. നമ്മളിങ്ങനെ ഇപ്പൊ അവര് ഓരോ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കിപ്പം എന്തുവാ സ്പോക്കൺ ഇംഗ്ലീഷിന്റെയോ ഇപ്പൊ എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും അവർ പറയുന്ന ആ ഒരു കാര്യം നമുക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട്, അതാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അവരിങ്ങനെ ഇപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഇതിൽ വരുന്നത്. അപ്പൊ അതാണ് റിസീവിങ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണോ അത് റിസീവ് ചെയ്യുന്നത്, ഒരു പറയുന്ന ഓരോ ടോപ്പിക്, ഇപ്പൊ ടോപ്പിക്കിനെ എടുത്ത് പറയാന് ഓരോ ക്ലാസ്സിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാന്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ആണ് അത് റിസീവ് ആയി വരുന്നതെന്നാണ് നമ്മൾ ഒന്നാമത്തെ നോക്കിയ റിസീവിങ്. രണ്ടാമത്തെ വന്നിട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ അവര് നമുക്കിപ്പോ നമ്മൾ റിസീവ് ചെയ്തു, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അത് നമ്മൾ കേട്ടോണ്ടിരിക്കുക. അവർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമുക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട്, അതാണ് അണ്ടർസ്റ്റാൻഡിങ്. അവർ പറയുന്ന കാര്യങ്ങൾ, അതായത് ഏതെങ്കിലും പോയിന്റ്, ഏതെങ്കിലും ടോപ്പിക്, ഇംഗ്ലീഷിനെ പറ്റി മലയാളത്തിൽ അറിയാത്ത ഇംഗ്ലീഷിൽ കുറെ വാക്കുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാ വാക്കുകളും ഒന്നും അറിയത്തില്ല. ഇപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് തീരെ അറിയത്തില്ല. കുറച്ചുകൂടി ലെവൽ ആണെങ്കിൽ കുറച്ച് വേർഡ്സ് ഒക്കെ, ബേസിക് വേർഡ്സ് ഒക്കെ അറിയാമെങ്കിലും ഒത്തിരി വേർഡ്സ് ഒക്കെ ഉണ്ട്. സോ അപ്പൊ അതൊന്നും എല്ലാവർക്കും അറിയത്തില്ല. സോ അപ്പൊ അതിൽ അവർ നോക്കും, റിസീവ് ചെയ്തിട്ട് അത് മനസ്സിലാക്കാനായിട്ട് നോക്കും, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട്, അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അവര് പറയുന്ന കാര്യം ഇപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ ഇതുപോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റും, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം മൈൻഡിലോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നാണ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ്, എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ്. അപ്പൊ രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡിങ്. മൂന്നാമത്തെ റിമെമ്പറിങ്. ഇപ്പൊ അവർ പറഞ്ഞു തന്ന കാര്യം, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്കാണ് അത് മൈൻഡിലോട്ട് ഫീഡ് ആയിട്ടിരിക്കുക, നല്ലപോലെ റിമെമ്പർ ഓർത്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇന്ന് കുറെ ക്ലാസ്സിലൊക്കെ എടുത്തു എന്ന് വെച്ചോ, ഇപ്പൊ നാളെ വന്നിട്ട് ഞാൻ ഇന്നത്തെ എടുത്ത ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് എത്രത്തോളമാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് എത്രത്തോളം നിങ്ങൾക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓർമ്മയിൽ എങ്ങനെ എങ്ങനെ എത്രത്തോളം നിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, റിമെമ്പർ ചെയ്യും, നമുക്ക് എത്രത്തോളം ഓർമ്മ ഉണ്ട്. ഇപ്പൊ പറഞ്ഞ ഓരോ ടോപ്പിക്, ഓരോ കാര്യങ്ങൾ, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പല ടോപ്പിക്കും ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഓർമ്മയിൽ, മെമ്മറിയിൽ ഉണ്ടാവും എന്ന് നമ്മൾ നോക്കൂ. പിന്നെ ഇവാലുവേറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളത് ഓരോ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. ഇപ്പോ ഇതിൽ പല പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളുടെയും ഓരോരുത്തരും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വരിക, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു വരിക നമ്മൾ. ഓക്കെ, എന്നാലാണ് നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിൽ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ടാവും. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മാത്രമല്ല, അതിൽ വേറെ ഒത്തിരി കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഗ്രാമർ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്കും ഗ്രാമർ ഇടേണ്ട സ്ഥാനത്ത് ഇട്ടാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഇത് വരത്തുള്ളൂ. അപ്പൊ നമ്മൾ അതുപോലെയൊക്കെ നോക്കുക, എങ്ങനെ ഇടണം, എന്തിടണം എന്നൊക്കെ. അപ്പൊ നമ്മൾ കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് അതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിടണം. പിന്നെ ഫീഡ്ബാക്ക്. ഇപ്പൊ നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറയാ, എന്താ അഭിപ്രായം പറയാ. ഇപ്പൊ ഓരോരുത്തർ വന്നിട്ട് ക്ലാസ് ചോദിക്കാം, ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് എങ്ങനെയുണ്ട്, നിങ്ങളെ ഇപ്പൊ എത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, നിങ്ങൾക്ക് അത് എവിടുന്നാ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മള് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് പറയും. ഓ, ഇങ്ങനെ ഇന്ന ക്ലാസ് ഉണ്ട്, നല്ല ക്ലാസ് ആണ്, നല്ല വെച്ചാണ്, ഇപ്പോ നല്ലതുപോലെ അവർ പഠിപ്പിക്കുന്നുണ്ട്, നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. സപ്പോസ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടി അവർ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് ഒന്നുകൂടി സംശയമൊക്കെ ക്ലിയർ ചെയ്ത് മാറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം. ഓക്കെ, ലിസണിങ്ങിന്റെ പ്രോസസ്സിംഗ് ആണ് ഇതെല്ലാം. ഇതാണ് ഈ 5 പ്രോസസ്സ്. ഒന്നാമത്തേത് ഞാൻ പറയാം, നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പൊ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നമ്മൾ റിസീവ് ചെയ്യുക. പിന്നെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്തുവാ അവർ പറയുന്നത്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ അത് നീറ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അവരെന്തോ പറയുന്നുള്ളത്. പിന്നെ ഇവാലുവേറ്റ്, അവർ പറഞ്ഞ കാര്യത്തെ പറ്റി നമ്മൾ ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ വന്നിട്ട് ഫീഡ്ബാക്ക്, അവർക്ക് നമ്മൾ അത് ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുക, എന്തോ ഏതാ എങ്ങനെയാന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ഈ പറഞ്ഞത് 5 പോയിന്റ് ആണ്. ലിസണിങ്ങിന്റെ 5 ടൈപ്പ് പോയിന്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക്
തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഒരു മടിയും വിചാരിക്കണ്ട. ഞാൻ ഇവിടെ തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ. സോ അപ്പം അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് വരത്തുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.